Opening Hours with MyFin. Good morning, Anish sir, and welcome to Opening Hours. Good morning. സർ ആദ്യം തന്നെ സാറിനോട് ചോദിക്കാനുള്ള സാറിന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വ്യൂ ആണ്. നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനത്തിലും ഒരു ഇടിവിലേക്കുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ഇന്നലെ ഒരു വലിയ രീതിയിലുള്ളൊരു ഇടിവുണ്ടായിരുന്നു. അതിന് മുൻപ് പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്നിപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 100 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു ഇടിവ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നുണ്ട്. നിലവിലിപ്പോൾ നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് സാർ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഈ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ബട്ട് അവിടെയെല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും വരുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ മാർക്കറ്റ് പോകുന്നത്. എല്ലാ തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻസും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെക്കുലേറ്റീവ് മൂവ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒരു കറക്റ്റീവ് ആക്ഷൻസിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കറക്റ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഇവിടെ നിന്ന് വലിയ താഴോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. ഈ ചിലപ്പോൾ ഇൻട്രാഡേ തന്നെ റിക്കവറിയുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ചാർട്ട് പാറ്റേണിൽ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസം തുടർച്ചയായിട്ട് ഇപ്പോഴും മൊമെൻറ്റിൽ നെഗറ്റീവിൽ തുടരുന്നത് കൊണ്ട് ഈ ക്ലോസിങ്ങിൽ എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് റിക്കവറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റിലീഫ് റാലിയെങ്കിലും തരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ട്രേഡിംഗ് സെക്ഷനിൽ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് സെക്ഷൻ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു റിക്കവറി ഒരു കറക്റ്റീവ് ആക്ഷൻസിൽ നിന്ന് ഒരു മോചിതമായിട്ടുള്ള റിക്കവറി വളരെ സ്പീഡായിട്ട് തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഓട്ടോ ഇൻഡെക്സും IT ഒക്കെ പോലുള്ള സപ്പോർട്ടിംഗ് ഇൻഡെക്സുകൾ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. സാർ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് മുമ്പ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യോട് സമാനമായിട്ടുള്ള ഒരു ഇടിവിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിലവിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 0.5%ഉള്ളൊരു ഇടിവ് നിഫ്റ്റി ബാങ്കും നിലനിർത്തുന്നുണ്ട്. ഇന്നലത്തെ ഒരു ഇടിവ് പരിശോധിക്കുകയാണെങ്കിൽ തീർത്തും ഒരു സ്ട്രക്ചറലി ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനികളുടെ ഒരു ഇടിവായിരുന്നു. നിലവിലിപ്പോൾ നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുമ്പോൾ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ പോലും ഇമീഡിയറ്റ്ലി ഒരു റിക്കവറി അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയുള്ള ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് വന്നതിന് ശേഷമായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു റിക്കവറി പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത്. 58,000 അടുത്തേക്ക് വരികയാണെങ്കിൽ ഒരു റിക്കവറിക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് വരാനുള്ള സാധ്യതയാണ് ഇമീഡിയറ്റ്ലി കാണുന്നത്. ബട്ട് നിഫ്റ്റിയിൽ അതാണ് ഞാൻ ഓട്ടോ ഇൻഡെക്സിലേക്കും നമ്മളുടെ IT സെക്ടറിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു 58,000 നമ്മളൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വരികയാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു എൻ്റർ ചെയ്യാവുന്ന ഒരു പോയിൻ്റ് റിക്കവറിക്ക് സാധ്യതയുണ്ട് എന്ന് പറയാനായിട്ട് കഴിയും. ബട്ട് നമ്മളൊരു ഷോർട്ട് ടു ലോങ് റൺ നോക്കുകയാണെങ്കിൽ അഗെയിൻ പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യൂയിലുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതിലൊന്നും നമുക്ക് ഒരു നല്ല സ്ട്രാറ്റജി ആയിരിക്കാം, അല്ലെങ്കിൽ അതിലൊരു തർക്കവും ഉണ്ടാവില്ല. നിഫ്റ്റി IT വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഓവറോൾ ഒരു വീക്സ് സെൻറ്റിമെൻറ്റ്സ് ആണ് രേഖപ്പെടുന്നതെങ്കിലും നിഫ്റ്റി IT സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. മാർക്കറ്റിനെ IT സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ US ഫെഡിൻ്റെ റേറ്റ് കട്ട് അടക്കമുള്ള ഒരു പോസിറ്റിവിറ്റിയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിലവിൽ നിഫ്റ്റി IT ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയുമുള്ളൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നിഫ്റ്റി ITക്ക് എത്രത്തോളം ഉണ്ട് എന്നാണ് സാർ കരുതുന്നത്? തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടൈം ബ്രേക്കൗട്ട് ഒരു 40,000 ലെവലിലേക്ക് പോകുമെന്നാണ് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഈ മൊമെൻറ്റിൽ അതിനെ IT ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ വാച്ച് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മൊമെൻറ്റം അത് കണ്ടിന്യൂ ചെയ്യും. 1-2 ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ നമുക്കൊരു വലിയൊരു മൊമെൻറ്റ്സ് അതിൽ പ്രതീക്ഷിക്കാം. നിയർലി ഒരു ഷോർട്ട് ടൈം വ്യൂവിൽ പറയുകയാണെങ്കിൽ 40,000 അടുത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ഒരു ലെവൽസാണ് 40,000, അല്ലെങ്കിൽ ഇൻഡെക്സിൽ വാച്ച് ചെയ്യുക. ഇമീഡിയറ്റ് ഒരു ഗെയിൻ തരാൻ സാധ്യതയുള്ള ഒരു ഇൻഡെക്സാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം നല്ലൊരു മൊമെൻറ്റത്തിലേക്ക്, അതായത് പോസിറ്റീവായിട്ടും വളരെ സ്പീഡായിട്ടുള്ളൊരു മൊമെൻറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മുടെ നിഫ്റ്റിക്ക് റിക്കവറിക്ക് ഇമീഡിയറ്റ് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ PSU ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ളൊരു സെൽ ഓഫ് തന്നെയാണ് നേരിടുന്നത്. ഏകദേശം 2%-ഓളമുള്ളൊരു ഇടിവ് നിഫ്റ്റി PSU ബാങ്ക് സൂചിക ഇന്നിപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. PSU ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. അവിടെ നിന്നാണ് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിന്യൂ ചെയ്യുമോ എന്താണ് നിലവിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽസ് സൂചിപ്പിക്കുന്നത്? പറഞ്ഞല്ലോ, ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ PSU ബാങ്ക്സ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മൾ ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അറൗണ്ട് 6,500 നിന്ന് 8,500ലേക്ക് 2,000 പോയിൻറ്റ്സിൻ്റെ ഒരു റാലി നമ്മുടെ PSU ബാങ്ക് ഇൻഡെക്സ് തന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അത് തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയാറുള്ള ഈ പ്രോഫിറ്റ് ബുക്കിംഗ് ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒരു കറക്ഷൻസ് വരണം, കാരണം സ്പെക്കുലേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം. അത് മാർക്കറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് സ്മൂത്തായിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്നത് ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രൈസ് ആക്ഷൻ സംഭവിക്കേണ്ടതുണ്ട്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക എന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇനി ഞാൻ ഇമ്മീഡിയറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ട് സോൺ 8,000 അടുത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടെ അതിനെ ബിലോയും പോകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനിയൊരു റിക്കവറിക്ക് സാധ്യത ഉണ്ടാകുന്നത്. ഒന്ന് PSU ബാങ്കിനെ സംബന്ധിച്ച് നമുക്ക് തന്ന ഗെയിനിൽ കൂടെ നിന്ന് ഒരു വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത മൊമെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു സ്ട്രാറ്റജി. ഡോക്ടർ റെഡ്ഡീസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ ഒരു വീക്ക് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിലും ഒരു മികച്ച ഒരു പ്രകടനമായിരുന്നു ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതായത് മികച്ച രീതിയിലുള്ള ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം വന്നിരുന്നു. കൂടാതെ കാനഡയിലേക്കൊക്കെയുള്ള കമ്പനിയുടെ ഓപ്പറേഷൻസും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സെമാഗ്ലൂട്ടൈഡ് ഡ്രഗ് അടക്കമുള്ള ഒരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പരിശോധിക്കുകയാണെങ്കിലും ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഒരു നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഫാർമ ഇൻഡെക്സിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഫാർമ സെക്ടറിൽ സെലക്റ്റീവായിട്ടുള്ള ചില കമ്പനികൾ വളരെ പോസിറ്റീവാണ്, അല്ലെങ്കിൽ ചില കമ്പനികളെല്ലാം തന്നെ വളരെ സപ്പോർട്ട് സോണിനടുത്താണ്. ഒരു വാല്യൂ ബൈയിങ് എന്നൊക്കെ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് നിൽക്കുന്നത് വളരെ പോസിറ്റീവ്. അപ്പോൾ ഇത് ഡോക്ടർ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റേഞ്ച് ബോണ്ട് ട്രേഡിങ്ങിലേക്ക് പോയിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളം ആറായി. 1100 ആൻഡ് 1400 ഈ ഒരു റേഞ്ചിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്തേക്ക് വന്നത് 1100 അടുത്തേക്ക് വന്നത് തിരിച്ച് റിക്കവർ ചെയ്യുന്നു. ഈവൻ ഇമ്മീഡിയറ്റ്ലി പോകാൻ സാധ്യതയുള്ളത് 1400. അപ്പോൾ ഈ റേഞ്ച് ബോണ്ടായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ച് തീർച്ചയായും ട്രേഡ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വോളിയത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. സോ അതൊരു കൺസോൾട്ടേഷൻ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. നിയറസ്റ്റുള്ള റെസിസ്റ്റൻസ് 1400 എന്നുള്ള ലെവലിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ്. ചില ഫാർമ സെക്ടറെല്ലാം തന്നെ സപ്പോർട്ട് സോണിൽ നിൽക്കുന്നത് കൊണ്ട് ചെറിയൊരു ആക്ഷൻസ് ഇതിൽ പ്രതീക്ഷിക്കാം. അടുത്തത് ബജാജ് ഹൗസിംഗ് ഫൈനാൻസിലേക്ക് വരികയാണെങ്കിൽ ബജാജ് ഹൗസിംഗ് ഫൈനാൻസിന് ഇപ്പോൾ പ്രൊമോട്ടറായിട്ടുള്ള ബജാജ് ഫൈനാൻസ് തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്റ്റേക്ക് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1588 കോടി രൂപയുടെ ഒരു ഷെയർസ് ആയിരുന്നു നിലവിൽ ഇപ്പോൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ബജാജ് ഹൗസിംഗ് ഫൈനാൻസിൻ്റെ ഒരു ടെക്നിക്കൽസ് ഒക്കെ തന്നെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ കുറച്ചൊരു 4 മാസമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു താഴോട്ട് പോകുന്ന ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഈ ഒരു സ്റ്റോക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ IPOയ്ക്ക് ശേഷം വലിയൊരു മൊമെൻറ്റം തന്നിരുന്നു. അതിനുശേഷം അത് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള താഴോട്ട് വന്നു. ഇനി അത് കുറച്ചൊന്ന് കൺസോളിഡേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എറൗണ്ട് 88-90 ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സൈഡ് ബേസിലേക്ക് ആൾറെഡി മൊമെൻറ്റം പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സൈഡ് ബേസ് മൊമെൻറ്റമാണ് വരാൻ പോകുന്നത്. നിയറസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ നിയറസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 110 എന്നുള്ള ലെവലാണ്. ബട്ട് അതിന് സാധ്യത നമുക്ക് വളരെ പോസിബിലിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ സ്ഥിതിയിൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഏഷ്യൻ പെയിൻറ്റ്സിലേക്ക് വരികയാണെങ്കിൽ അതായത് ഒരു രണ്ടാം പാദഫലം വന്നതിന് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ ഒരു മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും ഏഷ്യൻ പെയിൻറ്റ്സ് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയായിരിക്കും? ശരി, തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പ്രാവശ്യം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മളത് പോസിറ്റീവ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ 3200 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഇപ്പോൾ ഇതിനുണ്ട്. ചില ഫേവറബിൾ കണ്ടീഷൻസ് വരുന്നു. എക്കണോമിക് സിസ്റ്റത്തിൽ ക്രൂഡിൻ്റെ റോ മെറ്റീരിയൽ അതൊക്കെ തന്നെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി വരുന്ന ഫെസ്റ്റിവൽ സീസണൊക്കെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ഫേവറബിൾ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് അത് പോസിറ്റീവാണ്. 3200 ആയിരിക്കും നമുക്ക് നിയറസ്റ്റ് വരാൻ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. കണ്ടിന്യൂ ചെയ്യുക, ഉള്ളവർ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. സർ, മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളമാണ് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തായാലും നിലവിൽ കമ്പനി ഒരു മാർക്കറ്റ് ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം ചാർജിംഗ് പോയിന്റുകൾ നിർമ്മിക്കും. കൂടാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള EV മോഡൽസ് വിപണിയിൽ എത്തിക്കും എന്നുള്ളൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നിലവിൽ ഇപ്പോൾ മാരുതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നിലവിൽ ഈ ഒരു ഓഹരി പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് എന്താണ് വ്യക്തമാക്കുന്നത്? അതിൽ നമുക്കൊരു തർക്കമില്ല. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്.
നമ്മൾ ഒരുപാട് കമ്പനികളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മാർക്കറ്റ് ഷെയറിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡ്രോപ്പൊന്നും വരുന്നില്ല. മാർക്കറ്റ് ഷെയർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ അവരിപ്പോഴും തന്നെ നല്ലൊരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ കാലത്തും അവർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരുപാട് ഇനിഷ്യേറ്റീവുകൾ അവർ നേരത്തെയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം കൊണ്ടുവരാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾക്കുള്ളത്. പിന്നെ ഇതിന് ഒരുപാട് ലോങ് ടേൺ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ കറക്റ്റീവ് ആക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ഹെൽത്തി ആയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസാണ്. Opening hours with MyFin.